ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡേറ്റാബേസ് ആണ്. ഡേറ്റാബേസ് ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് ഓൾറെഡി അപ്ലോഡഡ് ഇൻ മൈ യൂട്യൂബ് ചാനൽ, സോ പ്ലീസ് വാച്ച് ദാറ്റ് വൺ. Then today we are going to study about set operations. First we will discuss about union of R and S. Okay. So consider two relations R and S. The union of two relations is a relation that includes all the tuples that are either in R or in S or in both R and S. Okay. Here duplicate tuples are eliminated. Okay. സോ ഇവിടെ ആർ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്, എസ് എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ രണ്ടിലുള്ള ടപ്പിൾസ് എല്ലാം ഉണ്ടാവും, പക്ഷെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഇവിടെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ D3 രണ്ട് വട്ടം വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരെണ്ണം നമ്മൾ എഴുതുള്ളൂ, ബാക്കി നമ്മൾ അതിനെ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്ത് കളയാണ്. വാല്യൂസ് സെയിം ആണ് അതിൻ്റെ വന്നിരിക്കുന്നത് കേട്ടോ, അതുകൊണ്ട്. Okay, next is intersection of R and S ആണ്. So intersection of R and S is a relation that includes all tuples that are both in R and S. അപ്പം ആറിലും എസിലും കോമൺ ആയിട്ട് വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റർസെക്ഷനിൽ എഴുതുന്നത്. രണ്ടിലുമുള്ള ടപ്പിൾസിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്തുള്ളൂ? ഇന്റർസെക്ഷനിൽ എഴുതത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ രണ്ടിലും ആറിലും എസിലും കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? എയും അതുപോലെ തന്നെ ഡിയും ആണ്. ഇവിടെയും എയും ഉണ്ട്, ഡിയും ഉണ്ട്. സോ ഇന്റർസെക്ഷൻ ഓഫ് ആർ ആൻഡ് എസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ഏതൊക്കെ ടപ്പിൾസ് ആയിരിക്കും അതിൽ വരുന്നത്? എയും ഡിയും ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഫറൻസ് ഓഫ് ആർ ആൻഡ് എസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡിഫറൻസ് ഓഫ് ആർ ആൻഡ് എസ് ആണ്. ഓക്കെ, ഡിഫറൻസ് ഓഫ് ആർ ആൻഡ് എസ് ഈസ് എ റിലേഷൻ ദാറ്റ് കണ്ടെയ്ൻ ഓൾ ദ ടപ്പിൾസ് ദാറ്റ് ആർ ഇൻ ആർ ബട്ട് ദാറ്റ് ആർ നോട്ട് ഇൻ എസ്. അപ്പം ആറിലുള്ള ഏതെങ്കിലും എസ്സിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ എഴുതത്തില്ല, മനസ്സിലായോ? ബാക്കിയുള്ളത് എഴുതത്തുള്ളൂ. അപ്പം ആർ ഡിഫറൻസ് എസ് എടുക്കുമ്പോൾ ഈ ആറിൽ എത്ര ടപ്പിൾസ് ഉണ്ട്? 5 ടപ്പിൾസ് ഉണ്ട്. എസ്സിൽ എത്ര ടപ്പിൾസ് ഉണ്ട്? 4 ടപ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ എസ്സിലുള്ള ആറിലുള്ള ഏതൊക്കെയാണ് എസ്സിലുള്ളത് നോക്കിക്കേ. എ ഉണ്ട്, ഡി ഉണ്ട്, അല്ലേ? ഇ ഉണ്ട്. അപ്പം എയും ഡിയും നമ്മൾ എടുക്കത്തില്ല, സെയിം വാല്യൂ വന്നിരിക്കുന്നത്, സോ അത് നമ്മൾ എടുക്കത്തില്ല. ബാക്കി ഇയിലുള്ളത് ഏതാണ് എടുക്കുന്നത്? ആറിലുള്ള വാല്യൂ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമുക്ക് ബാക്കി എന്തൊക്കെ വന്നത്? ബിയും എഫും ഇയും വന്നത്. ഓക്കെ, മനസ്സിലായി? ഡിഫറൻസ് ഓഫ് ആർ ആൻഡ് എസ് ആണ് ഇത്. അപ്പം ആറിലുള്ള എല്ലാ വാല്യൂസും വരും. അപ്പം ആറിലുള്ള എസ്സിലുള്ള ഏതെങ്കിലും വാല്യൂ ആറിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ആറിലുള്ള വാല്യൂസ് ആയിരിക്കും എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അതാണ് ഡിഫറൻസ് ഓഫ് ആർ ആൻഡ് എസ് എന്ന് പറയുന്നത്. ഇനി തിരിച്ച് നമ്മൾ എടുക്കുകയാണ്, എസ് മൈനസ് ആർ എടുക്കുകയാണ്, അല്ലെങ്കിൽ എസ് ഡിഫറൻസ് ആർ എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? എസ്സിലുള്ള വാല്യൂസ് ആണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പം ആറിൽ എസിൻ്റെ ഏതെങ്കിലും വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി എസ്സിലുള്ള വാല്യൂസ് ആണ് എഴുതുന്നത്. അപ്പം എസ്സിലുള്ള ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? ആറിൽ എ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡി വന്നിട്ടുണ്ട്, ഇ വന്നിട്ടുണ്ട്. അപ്പം എനെയും ഡിനെയും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. പിന്നെ ഇയുടെ ഈ വാല്യൂനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഈ വാല്യൂ ആയിരിക്കും എസ് ഡിഫറൻസ് ആറിൽ എഴുതുന്നത്. അപ്പോൾ കറക്റ്റ് അല്ലേ? നോക്കിക്കേ, എയും ഡി നമ്മൾ കളഞ്ഞു, ബാക്കി സി ടപ്പിൾ എഴുതി, ഇയുടെ ടപ്പിളും എഴുതി. ഓക്കെ, ഇത്ര മനസ്സിലായി? ഇതാണെന്ന് പറയുന്നത് എസ് ഡിഫറൻസ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.